അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാൻ അഫ്സൽ മുസ്ലിസി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലെ ചെറിയ പൊന്നാനി എന്നറിയപ്പെടുന്ന കിൽത്താൻ ദ്വീപാണ്. നമുക്കറിയാം, ലക്ഷദ്വീപിൽ 36 ദ്വീപുകളാണുള്ളത്. അതിൽ 10 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. അതിൽ തന്നെ ഏറ്റവും ചെറിയ ദ്വീപുകളിൽപ്പെട്ടൊരു ദ്വീപാണ് കിൽത്താൻ ദ്വീപ്. കടമം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അതിന് വിദ്യാർത്ഥികളുമായിട്ട് പോയിട്ട് വരുന്ന യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കപ്പൽ മംഗലാപുരത്തു നിന്നാണ് കിട്ടിയത്. കപ്പൽ പോകുന്നത് കൊച്ചി, ബേപ്പൂർ, മംഗലാപുരത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ മംഗലാപുരത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്ത് അവിടെ നിന്നും ഒരു കപ്പലിൽ കിൽത്താൻ ദ്വീപിലേക്ക് എത്തി. അവിടെ നിന്നും മറ്റൊരു ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ബോട്ടിൽ പോകുന്ന യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ ഞങ്ങളെയും കാത്ത് വെസൽ നിൽപ്പുണ്ട്. ഈ ദ്വീപിൻ്റെ പ്രത്യേകത, നല്ല മനോഹരമായിട്ടുള്ള ലഗൂണ് ഉണ്ട്. താഴ്ഭാഗം വളരെ ക്ലിയറായിട്ട് കാണാൻ കഴിയുന്ന മനോഹരമായ ലഗൂണാണ്. അതുപോലെ തന്നെ ഒരുപാട് സാഹിത്യകാരന്മാർ ഉണ്ടായിട്ടുള്ളൊരു ദ്വീപാണിത്. ഒരുപാട് ഗാനരചയിതാക്കൾ, ഗായകന്മാർ ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു ദ്വീപാണ്. ചമയം ഹാജ ഹുസൈൻ എന്ന് പറയുന്ന അതിപ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ ഈ ദ്വീപിലുണ്ടായിരുന്നു. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തിയിൽ വെച്ച് നടന്ന ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അനിയൻ ഇസ്മത്ത് ഹുസൈൻ നല്ലൊരു സാഹിത്യകാരനാണ്. ലക്ഷദ്വീപിലെ ആദ്യത്തെ നോവൽ എന്നറിയപ്പെടുന്ന കോലോടം എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ഇസ്മത്ത് ഹുസൈനാണ്. അതുപോലെ തന്നെ കിൽത്താൻ ദ്വീപിൽ നിന്നുള്ള മറ്റൊരു പണ്ഡിതനാണ് ഡോക്ടർ എം മുല്ലക്കോയ. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ, സാഹിത്യ സൃഷ്ടികൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സാഹിത്യകാരന്മാർ ഈ ദ്വീപിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ദ്വീപിൻ്റെ തെക്കേറ്റത്തായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറിയാൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ കാഴ്ചയിൽ ഒരുപാട് ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കും. ഏതായാലും ഈ ദ്വീപിൽ വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.